ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ദൈവവചനത്തിൻ്റെ കീഴിൽ നാം വീണ്ടും കൂടി വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ദൈവവചനത്തിൽ കൂടി നമുക്ക് പ്രത്യാശ ലഭിക്കും, വിശ്വാസം ലഭിക്കും, സമാധാനം ലഭിക്കും. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. തിരുവചനം ഇപ്രകാരം പറയും: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുവാൻ ശക്തിയുള്ളതായ പവർഫുള്ളായ ദൈവത്തിൻ്റെ വചനമാണ് നാം കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്തോടെ ഈ ദൈവത്തിൻ്റെ വചനം നാം കൈക്കൊള്ളുമെങ്കിൽ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുമെങ്കിൽ, നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന, നമുക്ക് രോഗസൗഖ്യം തരുന്ന, നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്ന വലിയ ഒരു അത്ഭുതകരമായ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മുടെ മരിച്ചു കിടക്കുന്ന നമ്മുടെ ആത്മാവിന് ജീവൻ തരുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. വചനം ഇപ്രകാരം പറയുന്നു: മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുകയുണ്ടായി. മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ അത് വന്നുവിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ ജീവനുള്ള ദൈവം എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ നിങ്ങൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നുവെങ്കിൽ, നിങ്ങളുടെ മരിച്ചു കിടക്കുന്ന ആത്മാവിന് ഈ വചനം ജീവൻ നൽകുന്നതാണ്, സമാധാനം നൽകുന്നതാണ് വചനം, പ്രത്യാശ നൽകുന്നതാണ് വചനം, നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം, നമ്മെ കഴുകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം നമുക്ക് ജീവിതത്തിൽ പുതിയ പാതകൾ തെളിച്ചു തരുന്നതാണ്, പുതിയ പ്രതീക്ഷകൾ തരുന്നതാണ്. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിരാശയോടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? പ്രതീക്ഷ നശിച്ചിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ വചനം വിശ്വാസത്തോടെ കേൾക്കുക, വചനം വിശ്വാസത്തോടെ കൈക്കൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുറന്ന ഹൃദയത്തോടെ ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭാരതത്തിലെ വളരെ പ്രസിദ്ധനായ ക്രിസ്തു ഭക്തനായിരുന്നു സാധു സുന്ദരസിംഗ്. അദ്ദേഹം ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നില്ല, ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഒരു അക്രൈസ്തവനായിരുന്നു. എന്നാൽ വളരെ സമ്പന്നമായ, വളരെ നിലവാരമുള്ളതായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എല്ലാ സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ക്രിസ്തുവിനോടും ക്രിസ്തു മതത്തോടുമുള്ള വൈരാഗ്യം മൂലം വിശുദ്ധ ബൈബിൾ, ഈ സത്യവേദപുസ്തകം അദ്ദേഹം ഒരിക്കൽ കത്തിച്ചു കളഞ്ഞു വിശുദ്ധ ബൈബിൾ. കാരണം ക്രിസ്തുവിനോടും ക്രിസ്തു മതത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ മുമ്പോട്ട് പോയി, അസമാധാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു. അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കി: ഈ ലോകത്തിൽ കുടുംബ മഹിമയ്ക്കോ, ഈ ഭൂമിയിലെ ഐശ്വര്യങ്ങൾക്കോ, സമ്പത്തിനോ, ഈ ഭൂമിയിൽ ഒന്നിനും എൻ്റെ ഹൃദയത്തിൽ സമാധാനം തരാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം എന്നിട്ട് ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു: ഞാൻ ആത്മഹത്യ വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അങ്ങേ ലോകത്തിൽ ചെല്ലുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് അദ്ദേഹം ഹൃദയത്തിൽ നിരൂപിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ കൂടി പോകുന്ന ട്രെയിൻ പാളത്തിൽ ട്രെയിനിന് തലവെച്ച് മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പിതാവിനോട് പറഞ്ഞു: അച്ഛാ, എനിക്ക് സമാധാനമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഞാൻ നാളെ രാവിലെ എന്നെ നിങ്ങൾ ജീവനോടെ കാണുകയില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. കാരണം എനിക്ക് സമാധാനമില്ല. ഈ ഭൂമിയിൽ ഒന്നിനും എനിക്ക് സമാധാനം തരാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയുകയുണ്ടായി. അച്ഛൻ അദ്ദേഹത്തെ ശാസിച്ച് അതിൽ പിന്മാറ്റത്തിന് നോക്കി. എന്നാൽ രാത്രി അദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയാണ്. ഏതാണ്ട് 12 മണി രാത്രി ആയപ്പോൾ വലിയ ഒരു പ്രകാശം അദ്ദേഹത്തിന്
പുറത്ത് എവിടെയോ നിന്ന് വരുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഒരു വലിയ പ്രകാശം. അദ്ദേഹം ആദ്യം ചിന്തിച്ചത് പുറത്ത് വലിയൊരു തീപിടുത്തമുണ്ടായതാണെന്നാണ്. അദ്ദേഹം കതക് തുറന്നു. വെളിയിൽ നോക്കിയപ്പോൾ വെളിയിൽ കുറ്റാക്കുരി ഇരുട്ടാണ്. വീണ്ടും അദ്ദേഹം വാതിലടച്ചു കിടക്കാൻ തുടങ്ങി. എന്നാൽ വലിയൊരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മുറിയിൽ. ആ പ്രകാശത്തിൻ്റെ നടുവിൽ അദ്ദേഹം ഒരു തേജസ്സുള്ള മുഖം കാണുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സുന്ദർസിംഗിൻ്റെ ജീവിത അനുഭവ സാക്ഷ്യത്തിൽ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചതാണ്. ആ തേജസ്സുള്ള മുഖം, ആ പ്രകാശത്തിൻ്റെ നടുവിൽ ആ തേജസ്സുള്ള മുഖം. കുറേ സമയം ആ തേജസ്സുള്ള മുഖത്തേക്ക് സാധു സുന്ദർസിംഗ് നോക്കിക്കൊണ്ടിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ മുഖത്ത് നിന്ന് ഒരു വാക്യം സുന്ദർസിംഗിനോട് സംസാരിക്കുകയാണ്. എൻ്റെ മകനെ, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ മരിച്ചത്? ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവരക്തം ഒഴുക്കി തന്നില്ലേ? എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് ആ തേജസ്സുള്ള മുഖത്തു നിന്ന് സുന്ദർസിംഗിനോട് സംസാരിക്കുന്നതായിട്ട് സുന്ദർസിംഗിന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ആ തേജസ്സുള്ള മുഖത്തുനിന്ന് വന്ന ആ സ്വർഗീയ വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ നിറച്ചു. ജീവനുള്ള ക്രിസ്തുവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്തു. അന്ന് രാത്രി സമാധാനം കൊണ്ട് സുന്ദർസിംഗ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അദ്ദേഹത്തെ ജയിലിലടച്ചു, കയ്യിൽ ആമത്തിലിട്ടു. എന്നാൽ ആ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ജീവനുള്ള കാലത്ത്, ഞാൻ സ്വാതന്ത്ര്യത്തോടെ നടന്ന കാലത്ത് ഞാൻ അനുഭവിക്കാത്ത വലിയൊരു സമാധാനം ഞാൻ ഈ ജയിലറയിൽ അനുഭവിക്കുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിതെന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? സമാധാനമില്ലാത്തവർക്ക് സമാധാനം തരുന്ന ഒരു ജീവനുള്ള ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. ആ ക്രിസ്തുവാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ക്രിസ്തുവാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് നിന്നുകൊണ്ട് സ്നേഹത്തോടെ കെഞ്ചി യാചിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടി യേശു നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് അവൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നീ നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. നിന്റെ ജീവിതം നീ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. നിന്റെ പ്രശ്നത്തിന് പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. നിന്റെ രോഗത്തിന് പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. നിന്റെ പ്രശ്നത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലുണ്ട്. അവൻ ചൊരിഞ്ഞതായ തിരുരക്തത്തിലുണ്ട്. നീ വിശ്വസിക്കുക. നീ ക്രൂശിൻ ചൂട്ടിലേക്ക് ഓടി വരിക. നിന്റെ ഹൃദയത്തിൽ നീ യേശുവിനെ നിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. സമാധാനമുള്ള ഒരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ. സമാധാനം കൊണ്ട് നിറഞ്ഞതായ ഒരു ജീവിതമുണ്ട്. പ്രശ്നത്തിൻ്റെ നടുവിലും സമാധാനം, രോഗത്തിൻ്റെ നടുവിലും സമാധാനം, ഇതാ പ്രതിസന്ധികളുടെ നടുവിലും സമാധാനം, ആപത്തുകളുടെയും അനർത്ഥങ്ങളുടെയും അത്യാഹിതങ്ങളുടെയും നടുവിൽ ഒരു നിറഞ്ഞ സമാധാനം അനുഭവിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് ക്രിസ്തു നമുക്ക് തരുന്നതാണ്. ആ ക്രിസ്തു നീ ജീവിക്കുന്നു. ആ ക്രിസ്തുവാണ് നിന്നോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം തുറക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ വിളിക്കുക. ദൈവവചനം വിശ്വാസത്തോടെ നിങ്ങൾ കൈക്കൊള്ളുക. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുവിൻ്റെ പരിശുശ്രൂഷ കാലത്ത് ഒരു ശാസ്ത്രി കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. കർത്താവിനോട് എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിൻ്റെ 28 മുതലുള്ളതായ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. കർത്താവായ യേശുവിൻ്റെ പരിശുശ്രൂഷ കാലത്ത് ഒരു പ്രമാണി, ഒരു ശാസ്ത്രി കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ശാസ്ത്രിമാരിൽ ഒരുവൻ ശാസ്ത്രിമാരിൽ ഒരുത്തൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട്, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് അവനോട് ചോദിച്ചു. ഈ ശാസ്ത്രിമാരിൽ ഒരുത്തൻ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, നീ 10 കൽപ്പനകൾ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേറ്റവും മുഖ്യ കൽപ്പന ഏതാണ്? ഏതാണ് അതിനകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത്? ഏതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളത്? ഏതാണ് അതിനകത്ത് ഏറ്റവും വിലയുള്ളത്? അതിൽ ഏറ്റവും മുഖ്യ കൽപ്പന ഏതാണ് എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. കർത്താവ് എന്താണ് മറുപടി പറഞ്ഞത്? അതിനെ യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ? അതിന് കർത്താവ് പറയുകയാണ്, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ? ഇസ്രായേലേ കേൾക്ക, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ മനസ്സോടും, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നുള്ളതാകുന്നു കൽപ്പനകളിൽ ഏറ്റവും മുഖ്യമായ കൽപ്പനയെന്ന് കർത്താവ് ശാസ്ത്രിയോട് പറയുകയാണ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്നുത്തരം പറഞ്ഞു. ശാസ്ത്രി അവനോട്, നന്ന് ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ, ഏകനേയുള്ളൂ.
അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയ തന്നെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഇവൻ തന്നെ പറയുകയാണ്. കർത്താവ് ഏറ്റവും മുഖ്യ കൽപ്പന ഏതാണെന്ന് അവന് പറഞ്ഞു കൊടുത്തു. ജീവനുള്ള ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതാണ് മുഖ്യ കൽപ്പനയെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തന്നെ പറയുകയാണ്, രണ്ടാമത്തേതോ വളരെ ബുദ്ധിയോടെ ഇവൻ കർത്താവിനോട് ഉത്തരം പറയുകയാണ്. അതിന് കർത്താവ് എന്താണ് പറഞ്ഞത്? അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക ക്രിസ്തീയ വിശ്വാസികളും ഇങ്ങനെയാണ്. ദൈവരാജ്യത്തോട് അകന്നവരല്ല, അവരടുത്ത് വന്നിട്ടുണ്ട്, എന്നാൽ അകത്തായിട്ടില്ല. ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ അനുഭവം എന്താണ്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ദൈവരാജ്യത്തോട് അകന്നു കഴിയുന്നവരാണോ? അതെയോ ദൈവരാജ്യത്തോട് അടുത്ത് വന്നവരാണോ? അതെയോ ദൈവരാജ്യത്തിന് അകത്തായവരാണോ? ഈ 3 അനുഭവമാണുള്ളത്. ഞാൻ ഏത് അനുഭവത്തിലാണ്? ഞാൻ ദൈവരാജ്യത്തോട് അകന്നാണോ കഴിയുന്നത്? അതെയോ ഞാൻ ദൈവരാജ്യത്തിന് അടുത്ത് വന്നോ? അതെയോ ഞാൻ ദൈവരാജ്യത്തിന് അകത്തായോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവൻ ബുദ്ധിയോടെ കർത്താവിനോട് ഉത്തരം പറഞ്ഞപ്പോൾ ഈ ശാസ്ത്രിയോട് കർത്താവ് പറയുകയാണ്, അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞതുകൊണ്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ദൈവരാജ്യത്തിന് അവൻ അടുത്തെത്തി, പക്ഷെ അകത്തായില്ല. ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറയുന്നത് അവൻ അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷെ അകത്തായിട്ടില്ല. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശാന്തമായിട്ട് സ്വന്തം ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമോ? ഞാൻ ദൈവരാജ്യത്തിന് അടുത്തെത്തിക്കാണും, പക്ഷെ ഞാൻ അകത്തായോ? ഈ നിത്യജീവന്റെ ഉറപ്പെനിക്കുണ്ടോ? നിത്യജീവന്റെ പ്രത്യാശയോടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ എപ്പോൾ കടന്നു പോയാലും ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ളതായ ആ പ്രതീക്ഷയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും ദൃഢനിശ്ചയത്തോടും കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ അടുത്തെത്തിയിട്ടുണ്ടാവാം. ജീവിതത്തിൽ ചില പ്രകടമായ പാപങ്ങളൊക്കെ നിങ്ങൾ വിട്ടിട്ടുണ്ടാകാം. പ്രകടമായൊരു മാനസാന്തരം ലഭിച്ചിട്ടുണ്ടാകാം. ദൈവവചനത്തോട് നിങ്ങൾ ചേർന്ന് വരുന്നുണ്ടാകാം. പല നീക്കുപോക്കുകളും ക്രമീകരണങ്ങളും നിങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ഒരുപക്ഷെ നിശ്ചയമുണ്ടായിരിക്കാം. ഈ ശാസ്ത്രിക്ക് കൽപ്പനകളൊക്കെ നല്ല വശമായിരുന്നു. നല്ല ബുദ്ധിയോടെ കർത്താവിനോട് ഉത്തരം പറഞ്ഞു. പക്ഷെ അവനോട് കർത്താവ് പറയുകയാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്നോട് കർത്താവ് ഇങ്ങനെ ആയിരിക്കുമോ പറയുന്നത്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിത്യജീവന്റെ അവകാശം പ്രാപിച്ചു. ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ എത്തിയോ? ഈ കൃപയുടെ പെട്ടകത്തിനുള്ളിൽ നിങ്ങളായോ? അതിവ പുറമേ നിന്ന് കാണുന്നതേ ഉള്ളോ? നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ നിത്യജീവന്റെ ഉറപ്പെനിക്കുണ്ടോ? ഞാനൊരു മാനസാന്തരപ്പെട്ട ദൈവവൈതലാണോ? ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ? ഞാനൊരു വീണ്ടും ജനിച്ച ദൈവവൈതലാണോ? ഞാനൊരു നീതീകരിക്കപ്പെട്ട ദൈവം സൗജന്യമായി നീതീകരണം എന്ന ഒരു നീതിമാനാണോ ഞാൻ? എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് സൗജന്യമായി എനിക്ക് ക്ഷമിച്ചു തന്നു എന്നുള്ളതായ ആ സൗജന്യമായ നീതീകരണം ഞാൻ അനുഭവിച്ചു. രക്ഷാനിർണയം എനിക്കുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. ഞാൻ സ്വർഗ സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സിയോൻ യാത്രക്കാരനാണ്. ഞാൻ മണവാട്ടി സഭയിലെ ഒരു അംഗമാണ്. എൻ്റെ പേരവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ സ്വർഗീയ വിശുദ്ധ പൗരന്മാരുടെ ഒരു സഹപൗരനാണ്. ഞാൻ നിസ്സാരനല്ല. എനിക്ക് കഴിവില്ലായിരിക്കാം, സൗന്ദര്യമില്ലായിരിക്കാം, വിദ്യാഭ്യാസം കുറവായിരിക്കാം, കുടുംബ മഹിമയില്ലായിരിക്കാം, ഡിഗ്രികളൊന്നുമില്ലായിരിക്കാം, ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിരിക്കാം. എന്നാൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. നിത്യജീവന്റെ അവകാശം ജീവനുള്ള ദൈവം എനിക്ക് സൗജന്യമായി തന്നിരിക്കുകയാണ്. അതെൻ്റെ നന്മ പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ നല്ലതായി ജീവിച്ചത് കൊണ്ടല്ല, ഞാനൊരു വിശുദ്ധനായി തീർന്നത് കൊണ്ടല്ല. എന്നാൽ ഞാൻ പാപി ആയിരിക്കുമ്പോൾ തന്നെ, ഞാൻ അശുദ്ധനായിരിക്കുമ്പോൾ തന്നെ ഈ നിത്യജീവന്റെ അവകാശം ജീവനുള്ള ദൈവം എനിക്ക് സൗജന്യമായി തന്നിരിക്കുന്നു. അതവൻ്റെ കൃപയാണ്, അതവൻ്റെ സൗജന്യ ദാനമാണ്, എന്നോടുള്ള അവൻ്റെ മഹാസ്നേഹമാണ്. ഞാൻ നിത്യജീവന്റെ അവകാശിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ അനുഭവമുണ്ടോ? എനിക്ക് നിത്യജീവന്റെ അവകാശം കർത്താവ് തന്നിരിക്കുന്നു. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിലെ അവൻ്റെ മരണം മൂലം, അവൻ്റെ പാപപരിഹാര ബലി മൂലം അവൻ എനിക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് എൻ്റെ പാപത്തിന് അവൻ പരിഹാരം വരുത്തി അവൻ എനിക്ക് നിത്യജീവൻ തന്നിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വചനപ്രകാരം ഞാൻ നിത്യജീവന്റെ അവകാശിയായി തീർന്നിരിക്കുന്നു. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ ഉടമസ്ഥനായി തീർന്നിരിക്കുന്നു. അതെൻ്റെ കഴിവ് കൊണ്ടല്ല. കർത്താവ് എനിക്ക് സൗജന്യമായിട്ട്, തികച്ചും സൗജന്യമായിട്ട്, എൻ്റെ ഒരു യോഗ്യത കൊണ്ടോ, എൻ്റെ അർഹത കൊണ്ടോ, എൻ്റെ നന്മ പ്രവൃത്തി കൊണ്ടോ, എൻ്റെ നല്ല ജീവിതം കൊണ്ടോ, എൻ്റെ കുടുംബ മഹിമ കൊണ്ടോ, കുടുംബ പാരമ്പര്യം കൊണ്ടോ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ നന്മ നോക്കിയോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. സൗജന്യമായി സ്വർഗം എനിക്ക് തന്ന ഒരു സ്വർഗീയ കൃപയാണത്. ഞാൻ യേശുക്രിസ്തുവിന്റെ വകയായി തീർന്നിരിക്കുന്നു. ഞാൻ നിത്യജീവന്റെ അവകാശിയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഉടമയാണ് ഞാൻ. എന്തൊരു ധൈര്യമുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവർ. തികഞ്ഞവനായി എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ജീവനുള്ള ദൈവം ഈ ബലഹീനനായ എനിക്ക് സൗജന്യമായി തന്നിരിക്കുന്ന ഒരു ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. അത് എൻ്റെ കഴിഞ്ഞകാല ജീവിതം നല്ലതായിരുന്നില്ല. നല്ല ജീവിതമൊന്നുമല്ല ഞാൻ നയിച്ചത്. അനേക പാപ സ്വഭാവങ്ങൾ, അനേക പാപ പ്രകൃതങ്ങൾ എൻ്റെ ജീവിതത്തിൽ അന്നും ഉണ്ടായിരുന്നു. ഇന്നും അനേക പാപ പ്രകൃതങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം അവൻ്റെ രക്തം കൊടുത്ത് എൻ്റെ 22-ാമത്തെ വയസ്സിൽ അവൻ എന്നെ വീണ്ടെടുത്ത് അവനെ സ്വന്തമാക്കി തീർത്തു. നിത്യജീവന്റെ അവകാശം എനിക്ക് അവൻ സൗജന്യമായി തന്നിരിക്കുന്നു. അതെൻ്റെ പ്രത്യാശയാണ്, അതിൻ്റെ ഉറപ്പാണ്. അതെനിക്ക് കർത്താവ് തന്ന ധൈര്യമാണ്, അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഉറപ്പാണത്. നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ പ്രിയപ്പെട്ടവർ? ഞാൻ നിത്യജീവന്റെ അവകാശിയായി തീർന്നിരിക്കുന്നു. ഞാൻ ഒരിക്കൽ നിത്യനരകത്തിന് അവകാശിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എനിക്ക് അവൻ്റെ ക്രൂശ് മരണം മൂലം, അവൻ്റെ കാൽവറിയിലെ തിരുബലി മൂലം, ആ ക്രൂശിലുള്ള വിശ്വാസത്താൽ അവനെനിക്ക് സൗജന്യമായ നീതീകരണവും വിശുദ്ധീകരണവും തൽഫലമായി നിത്യജീവനും അവനെനിക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നിങ്ങൾ ആ അനുഭവം പ്രാപിച്ചില്ല എങ്കിൽ നിങ്ങൾ ഇനിയും സമയം വൃഥാവാക്കരുത്. നമ്മുടെ ആയുസ് പാഴാക്കി കളയരുത്. ഇത് കൃപായുഗമാണ്. ഇന്ന് പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതെന്നാണ് ഈ കൃപയുടെ പെട്ടകത്തിൻ്റെ വാതിൽ അതിനെ അടയുന്നതെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. ഇന്ന് തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓടി കൃപയുടെ പെട്ടകത്തിലേക്ക് വരിക. നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അനേകര് ദൈവരാജ്യത്തോ അടുത്തു വരെ എത്തിയവരുണ്ട്. എന്നാൽ അകത്തായില്ല. അടുത്തെത്തിയതുകൊണ്ട് പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. നാം അടുത്തെത്തിയതുകൊണ്ട് പ്രയോജനമില്ല. നാം കൂട്ടായ്മയിൽ വന്നു, വചനം കേട്ടു, ഒരു സന്തോഷമാണ്. കൂട്ടായ്മ ആയിരിക്കുന്നത് നല്ലതാണ്, സന്തോഷമാണ്. ഒരുമിച്ചിരുന്ന് പാടുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതും എല്ലാം വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും തൃപ്തിയടരുത് പ്രിയപ്പെട്ടവരെ. നാം അകത്തായോ? സ്വർഗരാജ്യത്തിൻ്റെ അകത്തായോ? ക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട വിലാവിനുള്ളിൽ ഞാൻ കയറി കൂടിയോ? കൃപയുടെ പെട്ടകത്തിനുള്ളിൽ ഞാൻ ആയോ? പെട്ടകത്തിന് അരികിൽ വന്ന് നിന്നിട്ട് കാര്യമില്ല. നല്ലതാണ്, ഇത് രക്ഷയുടെ പെട്ടകമാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പ്രയോജനമില്ല. ഞാൻ പെട്ടകത്തിനകത്തായോ? ഞാൻ രക്ഷയുടെ അനുഭവം പ്രാപിച്ചു. വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനും എൻ്റെ കർത്താവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൈക്കൊണ്ടുവോ? ഞാൻ പഴയ പാപ വഴികളോട് യാത്ര പറഞ്ഞു. ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നോ? നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് കർത്താവ് ശാസ്ത്രിയോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം അടുത്തെത്തിയിട്ട് കാര്യമില്ല, അകത്താവുക. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും ഇതേ സംഭവം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. എന്താണെന്നിട്ട് ആ പ്രമാണി ചോദിച്ചത്? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ളതായ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വന്ന് നടറോട്ടിൽ മുട്ടുകുത്തിയിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, ഗുരു, എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ദൈവരാജ്യത്തിലെത്തണം എന്നാണ് ആഗ്രഹമുണ്ട്, ഈ നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നിത്യജീവൻ്റെ അവകാശം പ്രാപിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരടങ്ങാത്തതായ വാഞ്ചയുണ്ടോ? ഒരടങ്ങാത്തതായ ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ നേടുന്നതെല്ലാം നശ്വരമാണ്. എന്നാൽ ഒരിക്കലും നശിക്കാത്ത എവർലാസ്റ്റിംഗ് ലൈഫ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിത്യജീവനുണ്ട്. നിത്യജീവൻ, എവർലാസ്റ്റിംഗ് ലൈഫ്, അതെനിക്ക് പ്രാപിക്കണം, അതെനിക്ക് നേടണമെന്നുള്ളതായ ഒരു അഭിവാഞ്ച, ഒരടങ്ങാത്ത ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. അനേകരിടവും അവൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത കാലമാണത്. അനേകരവനെ അംഗീകരിക്കാത്ത കാലമാണ്. അനേകരവനെ തള്ളിക്കളയുന്ന കാലമാണെന്ന്. എന്നാൽ ഈ പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അവനോട് ചോദിക്കുകയാണ്, കർത്താവേ,
ഗുരു, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. അവൻ്റെ ഉള്ളിൽ അടങ്ങാത്തൊരു ദാഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ദാഹമുണ്ടോ? എനിക്ക് സ്വർഗരാജ്യത്തിലെത്തണം, ഈ ഭൂമിയിൽ വളരണം, ഉയരണം, എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കണം, നല്ലത് തന്നെ. എന്നാൽ അതിലെല്ലാം ഉപരിയായി ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് ഒരു നിലനിൽക്കുന്നതായ ഉത്തമ സമ്പത്ത് എനിക്ക് നേടണമെന്നുള്ള ഒരു ഹൃദയവാഞ്ച നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എനിക്ക് ദൈവരാജ്യത്തിനെത്തണം. ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം മായയാണ്. ഇവിടെ ഞാൻ നേടുന്നതെല്ലാം ഇവിടുത്തെ സമ്പാദ്യങ്ങൾ, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ, ഇവിടുത്തെ പദവികൾ, ഇവിടുത്തെ പണം, ഇവിടുത്തെ ബാങ്ക് ബാലൻസ്, ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ, ഇവിടുത്തെ പേരും പെരുമയും എല്ലാം നശ്വരമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ നാം ഇതൊന്നും കൊണ്ടുപോവുകയില്ല. മരണക്കിടക്കയിൽ നാം ആയിരിക്കുമ്പോൾ ഇതൊന്നും നമ്മെ സഹായിക്കുകയില്ല. എന്നാൽ ഈ ഭൂമിയിലെ അല്പകാലത്തെ ജീവിതത്തിന് ശേഷം മരണം വഴിയായി അക്കരനാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, മകനെ, നിനക്ക് നിലനിൽക്കുന്നതായ സമ്പത്ത് നീ ഈ ഭൂമിയിൽ നേടിയോ? നിന്റെ ആയുസ്സിൽ നീ സമ്പാദിച്ചുവോ? നിത്യജീവൻ നീ സമ്പാദിച്ചുവോ? നിന്റെ ഉള്ളിൽ അടങ്ങാത്തൊരു ദാഹമുണ്ടോ? ഈ പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ മറുപടി എന്താണ്? അതിനെ യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട കർത്താവിനോട് പറഞ്ഞു, മോശയിക ന്യായപ്രമാണത്തിൽ പഴയ നിയമ ഇസ്രായേലിന് ദൈവം കൊടുത്തതായ ചില കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളെല്ലാം ഉണ്ട്. നീ അത് പ്രമാണിക്കാൻ പറഞ്ഞു. നീ അതെല്ലാം പ്രമാണിക്ക്. ആ പ്രമാണി കർത്താവിനോട് എന്താണ് പറയുന്നത്? അവനോട്, കർത്താവേ, ഗുരു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. ഗുരു, ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നതാണ്, അച്ചട്ടായിട്ട് അനുസരിക്കുന്നതാണ്. ന്യായപ്രമാണം എല്ലാം ഞാൻ വള്ളിപുള്ളി തെറ്റാതെ ഞാൻ അനുസരിച്ചു പോരുന്നവനാണ്. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, പാവം ഒരു നിഷ്കളങ്കനായ ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രമാണി, ദൈവത്തിൻ്റെ വചനം, ന്യായപ്രമാണം അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന, അച്ചട്ടായിട്ട് ജീവിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, യേശു അവനെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ വചനം സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹത്തോടെ ദാഹത്തോടെ ഇരിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കുന്നവനായൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ്റെ ഉള്ളിൽ ഈ ന്യായപ്രമാണമൊക്കെ പാലിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതാബോധമുണ്ട്. എന്തോ ഒരു കുറവ് അവൻ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും എനിക്ക് നിത്യജീവൻ്റെ ഉറപ്പില്ല, നിത്യജീവൻ്റെ ആ പ്രത്യാശ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ യേശുവിനോട് ആ ചോദ്യം ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ ന്യായപ്രമാണം അനുസരിക്കുന്നവരായിരിക്കാം, പള്ളിയിൽ പോകുന്നവരായിരിക്കാം, വിശുദ്ധ കുർബാന കാണുകയും കൊള്ളുകയും ചെയ്യുന്നവരായിരിക്കാം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, അനേക പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കാം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവരായിരിക്കാം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരായിരിക്കാം, സുവിശേഷ വേലയിൽ സംബന്ധിക്കുന്നവരായിരിക്കാം, സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കാം. എന്നാൽ സഹോദരാ, നിന്റെ ജീവിതത്തിൽ നിത്യജീവൻ്റെ ഉറപ്പ് നിനക്കുണ്ടോ? നിത്യജീവൻ്റെ ഉറപ്പ് നിനക്കുണ്ടോ? ഈ പ്രമാണിക്ക് അവൻ്റെ ഹൃദയത്തിൽ ആ ഉറപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് യേശുവിനോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നീ കൽപ്പനയെല്ലാം പ്രമാണിക്കാൻ കർത്താവ് പറഞ്ഞു. കർത്താവേ, ഇതെല്ലാം ഗുരു, ഞാൻ ഇതെല്ലാം ചെറുപ്പം മുതൽ ആചരിച്ചു പോരുന്നവനാണ്. കർത്താവിനെ നോക്കി അവനെ സ്നേഹിച്ചു. എന്നിട്ടോ, ഒരു കുറവ് നിനക്കുണ്ട്. കർത്താവ് ആ പ്രമാണിയോട് പറയുകയാണ്, മോനെ, നീ ന്യായപ്രമാണമൊക്കെ പ്രമാണിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഒരു കുറവും കൂടെ നിന്റെ ജീവിതത്തിലുണ്ട്. എന്താണ് ആ കുറവ്? നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായൊരു കാര്യം കർത്താവ് പറയുകയാണ്. അങ്ങനെ ഒരു കുറവ് നിനക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും, ഈ വചനം പറയുന്ന ഞാനും വചനം കേൾക്കുന്ന നിങ്ങളും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു കുറവ് വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിലെത്താൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പാപം വെച്ചുകൊണ്ട്, ഒരു അശുദ്ധി വെച്ചുകൊണ്ട്, ഒരു ചിന്തയിലാകട്ടെ, സംസാരത്തിലാകട്ടെ, പെരുമാറ്റത്തിലാകട്ടെ, നോട്ടത്തിലാകട്ടെ, ആഗ്രഹത്തിലാകട്ടെ, സ്വപ്നത്തിലാകട്ടെ, സഹോദര, ഒരു പാപവും വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിലെത്താൻ കഴിയുകയില്ല. ഈ പ്രമാണിയോട് കർത്താവ് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്. ഒരു കുറവ്. 99 കുറവുണ്ടെന്നല്ല, 100 കുറവുണ്ടെന്നല്ല കർത്താവ് പറഞ്ഞത്. മോനെ, നിനക്ക് ഒരു കുറവുണ്ട്. ആ ഒരു കുറവ് വെച്ചുകൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിലെത്താൻ കഴിയുകയില്ല. എന്താണ് നിന്റെ കുറവ്? അത് നിന്റെ ദ്രവ്യാഗ്രഹമാണ്. നിന്റെ സമ്പത്തിലുള്ള നിന്റെ ആശ്രയമാണ്. നീ സമ്പത്താണ് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നീ സമ്പത്തിലാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ ആശ്രയം സമ്പത്തിലാണ്. പ്രിയപ്പെട്ട സഹോദര, നിന്റെ ആശ്രയം എവിടെയാണ്? നിന്റെ പ്രത്യാശ ഏതിലാണ്? നിന്റെ പ്രതീക്ഷ ഏതിലാണ്? ഈ ലോകത്തിലാണോ? നിന്റെ മക്കളിലാണോ? നിന്റെ ഭാര്യയിലാണോ? നിന്റെ ഭർത്താവിലാണോ? നിന്റെ ആരോഗ്യത്തിലാണോ? നിന്റെ സൗന്ദര്യത്തിലാണോ? നിന്റെ വിദ്യാഭ്യാസത്തിലാണോ? നിന്റെ പദവിയിലാണോ? നിന്റെ പണത്തിലാണോ? നിന്റെ ബാങ്ക് ബാലൻസിലാണോ? നിന്റെ കുടുംബ മഹിമയിലാണോ? നിന്റെ സഭയിലാണോ? നിന്റെ കൂട്ടായ്മയിലാണോ?
സഹോദരൻ, നിന്റെ ആശ്രയം എവിടെയാണ്? യേശുവിലാണോ അതേ സമ്പത്തിലാണോ? ഈ പ്രമാണിയുടെ ആശ്രയം അവന് സമ്പത്തിലായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിന്റെ സമ്പത്ത് നിക്ഷേപം സ്വർഗത്തിലുണ്ടാവും, പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞപ്പോൾ പ്രമാണിക്ക് എന്താ സംഭവിച്ചത്? അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട്, ഈ പ്രമാണി വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ അടുത്തെത്തിയതായിരുന്നു, നിത്യജീവന്റെ അടുത്തെത്തിയതായിരുന്നു, നിത്യജീവന്റെ ഉടമസ്ഥന്റെ അരികിലെത്തിയതായിരുന്നു, നിത്യജീവൻ പ്രാപിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമായിരുന്നു അവൻ. പക്ഷെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി അവൻ പോയിക്കളഞ്ഞു. നിത്യജീവൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ സമ്പത്ത് ഞാൻ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിത്യജീവൻ പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവ് പറഞ്ഞു, ഇടുക്കുവാതിലോ കടപ്പാൻ പോരാടുവീൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും. ഈ വഴി വിശാലമായ വഴിയല്ല പ്രിയപ്പെട്ടവരെ. ഈ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ കൂടെ നിത്യജീവന്റെ അനുഭവം പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാപിക്കാം. നിത്യജീവന്റെ ഉടമസ്ഥൻ നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. നിത്യജീവന്റെ ഉടമസ്ഥൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിത്യജീവന്റെ ഉടമസ്ഥൻ നിങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ കാൽവറിയിൽ ജീവൻ വെടിഞ്ഞ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ്. പറ്റിയ സമയമാണിപ്പോൾ. ഇത് നല്ല അവസരമാണ്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ രക്ഷാദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് യേശുവിനെ ഒന്ന് സ്വീകരിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി നിങ്ങൾക്ക് നിത്യജീവൻ തന്ന ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് സ്വീകരിക്കാമോ? നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമ്മുടെ ഹൃദയങ്ങളെ യേശുവിൻ്റെ ഭാഗം നമുക്ക് തുറക്കാം. യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിക്കാം. അവനിതാ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഞാനിതാ പാപത്തോടും പിശാചിനോടും ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ഉടയവനുമായി നീ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. നിത്യജീവൻ്റെ അവകാശം തരുവാൻ നീ എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. നിന്റെ ക്രൂശമരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ തിരുബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ തിരുരക്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ നിന്റെ നിത്യജീവന്റെ അവകാശിയാക്കി തീർക്കണമേ. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിക്കണമേ. നിന്റെ ആണിപ്പാടുള്ള കരമന്റെ ശിരസിന്മേൽ വെക്കണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. നിത്യജീവന്റെ ഉറപ്പനിക്ക് തരണമേ. പ്രാർത്ഥിപ്പീൻ ദൈവമക്കളെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ സ്നേഹത്തിന് വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിത്യജീവന്റെ ഉറപ്പവർക്ക് കൊടുക്കണമേ. നിത്യജീവന്റെ മുദ്ര അവിടെ നെറ്റിമേൽ ഇടണമേ കർത്താവേ. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഈ മക്കളെല്ലാം ഒരുക്കണമേ. മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.